ഹേ ഗൈസ്, ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ് ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് സെക്ഷൻസൊക്കെ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ വെച്ച് നടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ റീസെൻ്റ്ലി ആണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഇൻ്റർനെറ്റ് സിറ്റിയിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ചുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഞാൻ ഇവിടെ പോയാലും കുറച്ച് ലേറ്റായിട്ട് ചെല്ലുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ അന്നും ലേറ്റായി. ഞാൻ ലേറ്റായി എന്ന് മാത്രമല്ല, എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സും കൂടി ലേറ്റായിട്ട് ഞങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റും ഡോണറ്റൊക്കെ തന്ന് എനർജി ഫുള്ളാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ ട്രെയിനിങ് സെക്ഷനിലേക്ക് കടന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഓടി വന്ന ക്ഷീണമൊക്കെ ഞങ്ങളുടെ അങ്ങ് മാറി. ട്രെയിനിങ്ങിൽ ബേസിക്കായിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓൾറെഡി അവരിങ്ങനെ എല്ലാ 3 മന്ത്സിലൊക്കെ ഒരുപാട് ട്രെയിനിങ്ങൊക്കെ നടത്തുന്നതാണ്. അങ്ങനെ ഒരു 3 മണിക്കൂർ നീണ്ട ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അവർ നമുക്കൊരു ലഞ്ചും കൂടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 2:30-3 മണി എന്തോ ആയി. ആ സമയത്ത് അവിടെ ആൾക്കാർ തീരെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ബുഫേ ആയിരുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ ഫുഡ് ആക്രമണമാണ്. എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. കൺഫ്യൂഷനുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഞാൻ കുറച്ച് റൈസും ചിക്കൻ പീസൊക്കെ എടുത്തു. കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് പോയി കുറച്ച് പാസ്ത എടുത്തു. പാസ്ത പണി പറ്റിച്ച് ഗൈസ്, പാസ്ത കൊള്ളത്തില്ലായിരുന്നു, എനിക്കിഷ്ടമായില്ല അത്ര. ഞാനൊരു പാസ്ത ഫാനാണ്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല ഇത്. പിന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അവിടെ കുറേ സുഷി ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം, ട്രൈ ചെയ്താലോ എന്ന്. അങ്ങനെ സുഷി ട്രൈ ചെയ്യാൻ അതും ഒരെണ്ണം എടുത്ത്. ഞാനൊരു വെജിറ്റേറിയൻ സുഷി കേട്ടോ ട്രൈ ചെയ്തത്. പക്ഷെ അത് കുഴപ്പമില്ല. ഒരു എന്താ പറയുക, വെജിറ്റേറിയൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഫിഷിൻ്റെ ഒരെണ്ണം ട്രൈ ചെയ്തിട്ട് അവൾ അമ്മാതിരി എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വെജിറ്റേറിയൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഈ ചോപ്സ്റ്റിക്ക് ഒന്നും പിടിച്ച് കഴിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേ ഫോർക്കൊക്കെ ഉപയോഗിച്ച് കുത്തിയൊക്കെയാണ് കഴിച്ചത്, സോയ സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. ഞാൻ ഈ സുഷി എടുക്കാൻ പോകുന്ന സമയത്ത് വേറൊരു സാധനം എൻ്റെ കണ്ണിൽപ്പെട്ടു. ഒരുമാതിരി നമ്മുടെ പിസ്താഷ്യോ പോലെ, ഈ പിസ്താഷ്യോ പേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇരിക്കുന്നൊരു സാധനം. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അത് കൂടി കുറച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ചു. അത് ഞാനും കഴിച്ചു, ബാക്കി എൻ്റെ കൂടെ വന്നവർക്കും കൊടുത്ത്. അവരുടെയൊക്കെ എക്സ്പ്രഷനാണ് അത് കാണുന്നത്. സുഷി കഴിച്ചതിൻ്റെ അല്ല, ഈ സാധനം കഴിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് അവരുടെയൊക്കെ മുഖത്ത് കാണുന്നത്. ബേസിക്കലി അത് വസബി എന്നാണ് അതിൻ്റെ പേര്. അതൊരു ജപ്പാനീസ് പ്ലാന്റ്, അതായത് ഒരു ഹോസ് റാഡിഷിൽ നിന്നുണ്ടാക്കുന്ന ഒരു പേസ്റ്റാണത്. അത് നമ്മൾ ഈ സുഷിയൊക്കെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എനിവേ ഞങ്ങളതെല്ലാം കഴിച്ച് അതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറേ സ്വീറ്റ്സും കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ടൈം ആയപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിനിങ്ങും ഫുഡും ഒക്കെ നന്നായി